സസ്പെൻസ്. അതെ, ഞാൻ ഇപ്പം അങ്ങോട്ട് വരില്ല. എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ടേ. പിന്നെ ഒരു കാര്യം, വെള്ളം നനയ്ക്കണ്ടല്ലോ എന്ന് കരുതി അവിടെയും ഇവിടെയും പോയിക്കരുത്. അവിടെ ഉണ്ടാവണം. മഴ പെയ്തിട്ടെങ്ങാനും വെള്ളം കയറിയാൽ ചീരയിലാ വരുത്. അപ്പോൾ ചാല് നന്നായി വെട്ടിയിട്ട് അങ്ങോട്ട് ആ വെള്ളം തിരിച്ചു വിട്ടേക്കണം. പിന്നെ അമീദിൻ്റെ പറമ്പിലേക്ക് വിടല്ലേ. കേരളം തമിഴ്നാട് പോലെ അവനായിട്ട് തല്ലുകൂടാൻ വയ്യ, അതാ പറഞ്ഞത്. ആ കാര്യമൊക്കെ പിന്നെ പറയാം, ഞാൻ വന്നിട്ട് പറയാം കേട്ടാ. ആ ശരി. അനക അനക, ഈ വണ്ടിക്ക് വല്ല കവറും മേടിച്ചിട്ടുണ്ട്. നീ ഇവിടെ ഉണ്ടാ? ഇതെങ്ങോട്ട് പോയില്ലേ? ഒരു പരിപാടിയില്ല. ആ മഴയും ചളിയായിട്ടേ. പാർട്ടി ഓഫീസിന്റെ ഓട് കുറെ പൊട്ടിയിട്ട് ചോർച്ച. ഇനി അത് മാറ്റാണ്ട് അതിനകത്ത് കയറാൻ പറ്റില്ലേ? തൽക്കാലം പാർട്ടി പരിപാടികളൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ച്. ആ എനിക്കിപ്പോ അങ്ങനെ ഈ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യോണ്ടേ ഇപ്പൊ ചീരയൊന്നും നനയ്ക്കണ്ടല്ലോ. എന്തേ അവിടുത്തെ വിശേഷം? വെള്ളം കയറിയാ? വെള്ളം മഴ പെയ്യുമ്പോ അങ്ങനെ കയറുമ്പോ ചാല് കയറി ഇവിടെ അവിടെ 1-2 ആളുണ്ടല്ലോ. എങ്ങോട്ടാ വെറുതെ ഇറങ്ങിയതാ? ഞാൻ മറ്റേ ഈ നമ്മുടെ ഈ വേലായുധ മേനോന്റെ വീട്ടില് മറ്റേ ഈ കാന്താരി മുളകിന്റെ തെയ്യുണ്ട് എന്ന് പറഞ്ഞു, അത് മേടിക്കാൻ വേണ്ടി വന്നാ. അത് മേടിച്ചിട്ട് അങ്ങനെ പോണം. ഇപ്പൊ വെറുതെ അങ്ങോട്ട് കയറിയതാ. ഇനി പോവോ? ഉടനെ പോവോ? പോണം പിന്നെ പോണം, വീട്ടിൽ പോണം. എന്നിട്ട് അവിടുന്ന് നേരെ ചീരത്തോട്ടത്തിൽ. അമ്മായി എന്ത് പറയണ്? അവള് സുഖമായിരിക്കണം. നീ എങ്ങോട്ടും പോണില്ലേ? ഇല്ല, ഇന്നിപ്പോ പരിപാടിയൊന്നും ഇല്ല. ഇന്ന് നാളെ മറ്റന്നാൾ 2 ദിവസത്തെ പരിപാടി കഴിഞ്ഞാ. അൻസാർ ഒരു സ്ഥലം നോക്കാൻ വേണ്ടിട്ടേ. നന്നായി. അല്ല അതിപ്പോ അല്ലേ വൈകിട്ട്, അത് നിർബന്ധം, അതൊന്നും നടക്കൂല. അൻസാറിന്റെ കൊട്ടേഷൻ എല്ലാം മൊണ്ടി കൊട്ടേഷൻ. അതേ നമ്മളെ സമയങ്ങളെ തന്നെയാണ്. നീ വരുന്നില്ലേ? എവിടെ അമ്മ ഒന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്? അവൻ മറ്റേ അവന്റെ മറ്റേ നാസറിന്റെ അല്ലേ അൻസാറിന്റെ മറ്റേ സ്ഥലം നോക്കാൻ വേണ്ടി പോവാ. എടാ വരമ്പിലേ കുറച്ച് മീൻ കിടക്കണം, മീൻ വെട്ടാൻ പോവാം. പണ്ടത്തെ പോലെ നമുക്ക് സിദ്ധാർത്ഥനെ കൂട്ടി പോവാന്ന് എല്ലാരും കൂടി ചേർന്ന് മീൻ വെട്ടി പൊളിച്ചെടുക്കാം. മീൻ പിടിക്കാൻ പോണ ആരും പറഞ്ഞില്ലേ? നീ വാ, വേഗം വാ, ഒരു തോർത്തെടുത്തോ. ഇച്ചിരി പൈസയുടെ കുറവുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാൻ ആരെയും വേർതിരിച്ചൊന്നും കണ്ടിട്ടില്ല. അല്ല ഈ അച്ഛനെക്കാളും ബഹുമാനവും സ്നേഹവും ഞാൻ അമ്മാവന് തരണുണ്ട്. എന്തറിയോടാ പറയട്ടടാ. അമ്മാവോ, നിങ്ങൾ ഒന്നും പറയാൻ യോഗ്യനല്ല. ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ എന്താ കുഴപ്പം? അതെന്തറിയോടാ, ഇവൻ ഈ വെള്ളം ഇട്ട് വരുന്നതാണല്ലോ, അതില് ചളി പൊരളണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ അവനോട്. നിങ്ങളെ ഹൃദയത്തിലും നിങ്ങളുടെ തലയിലും ചെളിയാണ്. സംസാരിക്കല്ലേ കേട്ടോ? അല്ല നീ ഈ വന്നാലും ഈ വരമ്പിലെങ്ങനെ പണമില്ലാത്തവൻ പിണം, അതിപ്പോ ഞാൻ മനസ്സിലാക്കി. പക്ഷേ തത്വവും ശാസ്ത്രം ഇല്ലടാ, അമ്മാവന് എന്നോടൊരു വാക്ക് പറഞ്ഞ എന്തിനാ കുഴപ്പം? ഞാൻ അമ്മാവൻ പറയാനായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നിനക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ അമ്മാവൻ അറിയാൻ പറ്റില്ലല്ലോ. അതൊന്നും അല്ലടാ, ഞാൻ ഒരു തിരക്കും ഇല്ലാന്ന് പറഞ്ഞിട്ടും അമ്മാവൻ എന്നോട്. അല്ല എന്നോട് ആദ്യം പറഞ്ഞ ഞാൻ അമ്മാവന് മാത്രമേ ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെന്ന് ചിലപ്പോൾ അതാണ്. അല്ലെ നീ വാ, നമുക്ക് റെഡി ആയിട്ട് വേണം. ഞാൻ ബാത്റൂം നീ തോർത്തെടുത്തോണ്ടോ? ഞാൻ വരാം. പക്ഷെ അമ്മാവാ ഞാൻ കല്ലെടുത്തറി എടുക്കാൻ. നീ ചെല്ലേ ബാത്റൂം പോയിട്ട് റെഡി അതെന്താ വേണ്ട, ഒന്നും പറയും നിങ്ങളൊന്നും. അവൻ കേട്ടോ. അൻസാറേ നമ്മളെ ആ പ്രസാദിന്റെ മറ്റേ വസ്തു കാണാൻ പോവാന്ന് പറഞ്ഞില്ലേ, ഇന്നും നടക്കൂലടയാ. ആ ചെറിയൊരു പ്രശ്നം. അല്ലല്ല ഒന്നുമില്ല, അമ്മാവിൻ്റെ ഒരു ചെറിയൊരു ആവശ്യം. നമുക്കത് നാളത്തേക്ക് ആക്കാം. നാളെ നിനക്ക് തിരക്കാണെങ്കിൽ മറ്റന്നാക്ക്. എനിക്ക് മറ്റന്നാൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആയിക്കോ. ഇന്ന് നടക്കൂലടാ, അതുകൊണ്ടല്ലേ. ശരി ഓക്കെ. ഞാനൊന്ന് ഇറങ്ങണേ. ഞാനേ ഞാനൊന്നും ഒരു ആവശ്യമുണ്ട്, അത്യാവശ്യം ഒരു ചെറിയൊരു പ്രശ്നം. എന്ത് പ്രശ്നം? എവിടെ പോകുന്നു? ഞാനും അമ്മാവനും കനകനും കൂടെ
അമ്മാവന് അമ്മാവൻ്റെ ഒരു പ്രശ്നം അത് പരിഹരിക്കാൻ. അമ്മാവൻ്റെ ഒരു പ്രശ്നം അവിടുത്തെ ഒരു വസ്തുവിലൊരു ചെറിയ പ്രശ്നം അത് പരിഹരിക്കാൻ ഞാനും അങ്ങോട്ട് പോകുന്നുണ്ട് അമ്മാവൻ്റെ അങ്ങോട്ട്. അമ്മാവന്റെ വസ്തുവിന്റെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ ഈ വേഷത്തിലോ? സാധാരണ നിങ്ങൾ വെള്ളയിട്ടല്ലേ പോവാറ്? വെള്ളമായിട്ടാണ് പോണത് ശരി, പക്ഷെ ഈ വെള്ളമായിട്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നൊന്ന് ഇതിട്ടുകൊണ്ട് പോയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? നിങ്ങൾ ഈ കിടന്ന് ഇവിടെ തപ്പിത്തടയണ കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് അതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. എവിടെ പോവാന്ന് സത്യം എന്നോട് പറഞ്ഞു. കർത്താവ്, ഞാനേ ഉള്ള കുട്ടിയല്ല, ഞാൻ പ്രായപൂർത്തിയായ ഒരു ആളാണ്, യുവാവാണ്. ആണല്ലോ, ഞാനും ഉള്ള കുട്ടിയല്ല, ഞാൻ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണ്. എനിക്ക് നിങ്ങൾ കള്ളത്തരം പറയണ നിങ്ങളുടെ കണ്ണൊരു സൈഡിലോട്ട് പോയാൽ എനിക്കറിയാം എന്തിനാന്ന്. എന്ത് പറ, എങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് പോ. ഇടി സുരേഷിന്റെ വീട്ടിന്റെ ബാഗില് കുറെ വയൽ കിടപ്പുണ്ടല്ലോ, ആ വയൽ ആറ്റിന്നുള്ള വെള്ളം ഇങ്ങോട്ട് കയറി കിടപ്പുണ്ട്. അപ്പൊ ആറ്റിലെ മീനൊക്കെ ഇങ്ങോട്ട് വയലിലോട്ട് കയറി കണ്ടെങ്കിൽ പലതായിട്ട് കിടപ്പുണ്ട്. വേട്ടം കണ്ട ആറ്റിലുള്ള മീനൊക്കെ ഇങ്ങോട്ട് ചാടി കയറുന്നത് സുരേഷ് വിളിച്ച് പറഞ്ഞല്ലേ ഫ്രീ ആണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങുന്നു പറഞ്ഞു. ഞാൻ അമ്മാവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അമ്മാവിന് ഞാൻ ഇപ്പൊ ക്ലീറ്റോയുണ്ട്, ഞങ്ങൾ പോയിട്ട് അടിപൊളിയായിട്ട് ചൂണ്ടയിട്ടും കത്തിക്ക് വെട്ടിയും ഒക്കെ സാധനം എടുക്കും. പുഴമീൻ കഴിച്ചിട്ട് എത്ര നാളായെന്നറിയാം. അപ്പൊ വെള്ളത്തിലുള്ള പരിപാടി തന്നെ. വെള്ളത്തിലെ മീൻ പിടിക്കാൻ പിന്നെ വെള്ളത്തിലല്ല കരയിൽ പിടിക്കാൻ. ആ വെള്ളത്തിലെ പരിപാടിയല്ല, മറ്റേത് കണ്ടുപിടിക്കും. അയ്യോ, കണ്ണിങ്ങനെ വിഴിഞ്ഞു വരുവാ. ഇതൊന്നും ആർക്കും മനസ്സിലാവത്തില്ല. പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ ഏട്ടാ, ഒരു ദിവസം കിട്ടുന്നതാണ്. ഏട്ടന് ഇവിടെ നിന്നൂടെ? എന്തൊക്കെ പറയാ, നല്ലുവിന്റെ യൂണിഫോം ഭയങ്കര ടൈറ്റ് ആണ്, അതൊന്ന് കൊണ്ടുപോയി ശരിയാക്കിട്ട് വരാം നമുക്ക്. എന്ത് ഇവിടെ അവർക്ക് നല്ല തയ്യലുണ്ട്, ആ ചേച്ചിക്ക് നോക്കിയിട്ട് പറ്റണില്ല, അതല്ലേ. പിന്നെ വൈകിട്ട് ഏതോരത്തിലായിരിക്കും ഏട്ടൻ വരുന്നത്? എഴഞ്ഞാണ്ട് വരുന്നെങ്കിൽ ഞാൻ ഇതിന്റെ അകത്തോട് കരുതലുള്ള കാര്യം. ഒരു കാര്യം ചെയ്യോ, കുറച്ച് മുളക് മല്ലിപ്പൊടി എല്ലാം റെഡിയാക്കി വെച്ചാരെ. എന്തിന്? പുഴമീനെ പോണെന്നുള്ള എന്തെങ്കിലും കൊണ്ടുവരണം. കൊണ്ടുവരുന്നേ, നീ തയ്യാറായിരുന്നോ? തോർത്തോടെ കിടക്കുന്നത് ഏത് തോർത്ത്? അവിടെ പല ആവശ്യങ്ങളും. ചീത്ത തോർത്തെടുക്ക്. KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. KSFE ഹാർമണി ചിട്ടികൾ. KSFE, ഈ നാടിന്റെ ധൈര്യം. സാറേ, മാഡം, ആരുമില്ല. നമസ്കാരം. അതെ, ഞാൻ കുറച്ച് വീട്ടു സാധനങ്ങൾ കൊണ്ടുവന്നു. മല്ലിപ്പൊടി, മുളക് പൊടി, വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും. മാഡത്തിനൊന്ന് വിളിച്ചാൽ കാണിച്ചു കൊടുക്കായിരുന്നു. ഇതൊക്കെ ഇവിടെ ഒരു കടണ്ടേ, അവിടെ മാസം കൊടുത്തിട്ട് ഒത്തിച്ചു മേടിക്കുക. അതറിയാം, പക്ഷെ എന്നാൽ ഇതൊന്ന് കാണിച്ചു മാഡത്തിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാലോ. ഇതില് ഈ ചീരക്ക് ഉള്ള വളം, മാരകമായിട്ട് വിഷമില്ലാത്ത സാധാരണ വളം എന്തെങ്കിലും ഉണ്ടോ? അത് മുന്നേ കൂട്ടി സാറ് ബൾക്കായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്യാം. ഇതൊന്നും എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ മാഡം? അതെന്താ പറയുക, എനിക്ക് വേണ്ടത് ഈ ചീരയുടെ വളം, പാടം കന്ന്, പിന്നെ അതേമാതിരി മറ്റേ പച്ചക്കറി തൈകൾ, അതൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാറുണ്ട്. ഇതൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റുമോ സർ? ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് അറിയുള്ളൂ. ഞാൻ വിളിക്കാം. ലില്ലേ, ഇതാ ഒരു കുട്ടി എന്തൊക്കെ കുറെ സാധനമായിട്ട് വന്നിരിക്കണം, ഇത് വന്ന് നോക്കിയാ. തങ്കം ഒന്നുകൂടി വന്ന കുട്ടിയെ, ഇതാ ഒരു കുട്ടി വന്നേക്കണ്, എന്തായാലും വീട്ടിലേക്ക് വേണമെങ്കിൽ മേടിച്ചോ. എന്താ മാവാ? അങ്ങോട്ട് കൊണ്ട കാണിച്ചു കൊടുത്ത മാഡം ഇതൊക്കെ കൊടുക്കുന്നുണ്ട് സാധനങ്ങളെ, നോക്കി നോക്ക്. ഞാനേ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ളത്, മാഡത്തിന് ഉപകാരപ്പെട്ട സാധനങ്ങളാണ്. മല്ലിപ്പൊടി, മുളക് പൊടി. ഇതിപ്പോ ഇത് കണ്ടോ, ഇത് കത്തിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഒറ്റ കൊതും ഉണ്ടാവില്ല. ഒന്നും വേണ്ട. അയ്യോ, ഇത് മാഡം, ഇത് ഇപ്പൊ ഈ മഴക്കാലത്തെ ഏറ്റവും നല്ല സാധനം. ഒന്ന് നോക്കി നോക്ക്. കനകം വരുന്നുണ്ട്. എങ്ങോട്ടാ അമ്മാവ ശരിക്കും പോണേ? ഞാനേ മറ്റേ പോലീസ് സുരേഷ് ഇല്ലേ, എന്റെ കൂട്ടുകാരൻ, അവന്റെ വീടിന്റെ ബാക്കിലെ തോടുണ്ട്, അത് നിറഞ്ഞിട്ട് പാടത്തേക്ക് വെള്ളം ഒഴുകുകയാണ്. അപ്പൊ അമ്മാവിന്റെ ചീരപ്പാടത്തല്ലേ തർക്കം? അല്ല, അത് വേറെ, അത് വെള്ളം തിരിച്ചുവിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു തർക്കമുണ്ട്, അപ്പൊ വിളിച്ചിട്ടുണ്ട്. നമ്മൾ പരിചയക്കാരാണല്ലോ, ചെന്ന് തീർക്കാൻ. ഇനിയിപ്പോ ഒരുപാട് തർക്കിക്കണ്ട, മനസ്സിലായി, പൊക്കോ. മനസ്സിലായോ? പിന്നെ ലോഷൻ ഉണ്ടെങ്കിൽ ഒരു കുപ്പി ലോഷൻ എടുത്തു. ലോഷൻ ഉണ്ട്. അയ്യോ, ഒന്ന് മേടിച്ച് എനിക്ക് സഹായമാവും. അല്ലെ, ഈ മീൻകറി വെക്കാനുള്ള കൊടംപുളി ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം എടുത്തു. തർക്കത്തിന് പോണെങ്കിൽ എന്തിനാ കൊടംപുളി? കത്തി ഇത് വേണ്ട. കനക സാറേ, ഇവിടെ ഇപ്പൊ ഇതൊക്കെ തന്നെ പരിപാടി. എല്ലാ വീടുകളും സെയിൽ ചെയ്യാ സാധനങ്ങള്. ജീവിച്ചു പോണ്ടേ?
പിന്നെ ഇല്ല മനസ്സിലായില്ലേ? എടി ഞങ്ങളെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു പാർലക്കുളി പഠിപ്പിക്കാനായിട്ട്. ആണോ? ടീച്ചറാണ്. നമുക്ക് ഞങ്ങളെ ഒരു സ്ഥലം വരെ പോകണം. ലീലിമ ടീച്ചർ അകത്തിരിക്കണം. നിങ്ങൾ ഞാൻ അങ്ങോട്ട് വരാം. ഇത് പിടിച്ചോ, ഞാൻ അങ്ങ് വന്നോളാം. ഒരു കാര്യം ചെയ്യ്, ഈ സ്കൂട്ടർ ഉണ്ടോ? താക്കോലില്ല അല്ലേ എൻ്റെ? നാളെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, ചാവിനകത്ത്. നീ വരുമല്ലോ. ഞാൻ വരാന്ന്. അങ്ങോട്ട് വരണം. ഇവനൊന്നും പറ്റില്ല. ഇവൻ വെള്ളം കൂട്ടുകാരിയാണ്. എടാ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പാർലക്കുളയില്. അസാധ്യമായിട്ട് പഠിപ്പിക്കും. കൊണ്ടൊരു ബാഗ് നോക്കി വേണ്ടത് മേടിച്ചോളൂ. വാ വരാം. അല്ല സാധനം മേടിക്കാനല്ല. എടാ ഞാൻ പോയിട്ടൊന്നുകൂടെ വരണോ? അതാ നീ വരുമോ? ഞാൻ വിളിക്കാളിയാ, സൗകര്യം പോലെ വിളിക്കാം. നിങ്ങൾ പിന്നെ വെട്ടാറിയ പിന്നെ എന്നെ വിളിക്കും നോക്കൂലല്ലോ. ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഭയങ്കര സർപ്രൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ അറിയില്ലായിരുന്നു. അന്ന് നമ്മുടെ കൂടെ പഠിപ്പിക്കാനുണ്ടായിരുന്ന മിക്കവാറും പേര് ജോലി കിട്ടി, അല്ലെങ്കിൽ ചിലരൊക്കെ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല നിലയിലായിരുന്നു. ഞാനിടയ്ക്ക് നമ്മുടെ സീനിയറായിട്ട് ഒരു ഗംഗാര സാറിലായിരുന്നില്ല, സാറിന് ഇടയ്ക്ക് ഒരു വില്ലേജിൽ ഒരു ആവശ്യമായിട്ട് പോയപ്പോൾ അവിടുത്തെ സാറാ ഓഫീസറായിട്ടിരിക്കുക. അപ്പൊ ഞങ്ങളിങ്ങനെ പഴയ കാര്യം ഇങ്ങനെ ഒരുപാട് പേരെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു നമ്മുടെ സനകൻ PSCയിലാണെന്നും അങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ പ്രീ ടീച്ചറുടെ കാര്യം അന്നേരം നമ്മള് എന്തോ പിന്നീട് ആരുമായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ആരായിട്ട് ഇപ്പൊ വലിയ ടച്ച് ഒന്നും ഇല്ല. പിന്നെ ആ ജീവിത തിരക്കിൽ അങ്ങനെ പോയി. പിന്നെ ഇപ്പൊ അമ്മയ്ക്ക് വയ്യ, അച്ഛന്റെ മരണം എല്ലാം കൂടി വന്നപ്പോ ജീവിക്കണ്ടേ. കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. തിരക്കിന്റെ ഇടയിൽ സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞ മറന്നു എന്ന് പറയാം. അതൊരു കണക്കിന് നന്നായി. ഇപ്പൊ ബാധ്യത ഇല്ലല്ലോ, നമ്മുടെ കാര്യം മാത്രം നോക്കാം. അല്ല ടീച്ചറെ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരാളല്ലേ, അപ്പൊ പഠിപ്പിക്കാറുന്നല്ലോ. കുട്ടികളെ വിളിച്ചിട്ട് 4 ലക്ഷം പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമല്ലേ? ആക്ച്വലി ആദ്യം കുറെ കുട്ടികൾ വീട്ടിൽ വന്നോണ്ടിരുന്നതാ. അവര് ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോ പിള്ളേരും വരാണ്ടായി. എല്ലാം ഓൺലൈൻ പഠനമായല്ലോ. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് ചെറിയൊരു വീട്ടിലേക്ക് മാറി. അതാവുമ്പോ വാടകയും അമ്മയുടെ കാര്യമൊക്കെ നടന്നു പോകും. നോക്കിയപ്പോ ഇതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. അമ്മയുടെ കാര്യങ്ങളും നടക്കും. അല്ല ഇതിപ്പോ മോശമായിട്ടല്ല, ഞാൻ വിചാരിച്ചത് ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരാളാണ്, ആ പ്രൊഫഷൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അത് പെട്ടെന്ന് മാറിയോണ്ടാണ് ഞാൻ പെട്ടെന്ന് അന്തം വിട്ടത്. ഇങ്ങനെ വരേണ്ട ഒരാളല്ലല്ലോ. കൂട്ടത്തിലുള്ള എല്ലാവരും ഓരോ മേഖലകളിൽ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞ് ഞാൻ ആലോചിക്കുന്ന ടീച്ചറെ, നമ്മള് അന്ന് ആ കൊറോണ കാലത്തല്ലേ ഈ ഓൺലൈൻ പഠനമൊക്കെ വന്നു തുടങ്ങിയത്. അന്നത്തെ സാഹചര്യത്തിന് അത് ആവശ്യമായിരുന്നു. പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും നമ്മളെ ആൾക്കാർ ഇതിന്റെ പിറകെ പോകുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ടീച്ചർ ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ ക്ലാസ്സിൽ 40 പേരുണ്ടെങ്കിൽ 40 പേരുടെയും പേര് നമുക്കറിയാം. അവരെവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാം, അവന്റെ സ്വഭാവം എന്താണെന്ന് അറിയാം. നമ്മൾ അവരെ മുഖത്ത് നോക്കിയാൽ പഠിപ്പിക്കുന്നത്. അവർ നമ്മുടെ കണ്ണുകളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും പകരാനായിട്ട് എന്ത് രസമായിരുന്നു. ടീച്ചർ പഠിപ്പിച്ച കവിതകൾ അന്ന് പഠിപ്പിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും ഓർമ്മയാണ്. കാരണം എന്താ, നമ്മളൊരു കിഴക്ക് കൊടുക്കും, ചിലപ്പോൾ നന്നായി പറഞ്ഞു കൊടുക്കും അല്ലേ? അതൊക്കെ ഒരു കാലം. പക്ഷെ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാവുമല്ലോ. ഇവൻ ഈ മുറി അടച്ചിട്ട് എന്താണ് ചെയ്യുന്നത് ആർക്കെങ്കിലും അറിയാമോ? ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കും. ഈ സമയത്ത് അവൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണോ? ഇനി അറ്റൻഡ് ചെയ്താൽ എന്ത്, അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത്? ഓപ്പോസിറ്റ് സാറിന് ഇത് ബാധിക്കുന്ന കാര്യമല്ലല്ലോ. മറ്റാണെങ്കിൽ എന്താണ്, നമ്മൾ പഠിപ്പിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ നമ്മുടെ അടുത്ത് സാറേ എൻ്റെ മോനത്ത് ശ്രദ്ധിച്ചോളണേ എന്നൊക്കെ പറഞ്ഞുവിടാം നമുക്ക് പഴയ കാലത്ത്. അപ്പൊ പോരാക്കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും കേൾക്കാനും അറിയാനും അത് മനസ്സിലാക്കാനൊക്കെ നമുക്ക് പറ്റുമായിരുന്നു. ഓൺലൈൻ ക്ലാസ് അത് പറ്റുമോ? പിന്നെ ഈ പറഞ്ഞ കണക്കാണ്, ഓരോരുത്തരും അവരുടെ സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ട് നാട്ടിലുള്ള ഏറ്റവും വലിയൊരു ആപ്പിന്റെ കൂടെ അങ്ങ് പോകും അല്ലേ? വലിയൊരു സ്ഥാപനം നടത്തി അവരൊരു ആപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഓൺലൈൻ വഴി അങ്ങോട്ട് പഠിച്ചോളാൻ പറയും. നഷ്ടമാർക്ക നമുക്ക് നമ്മുടെ കുട്ടികളാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പൊ കുട്ടികളെ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടെത്തിച്ചാലും പഠിപ്പിക്കാൻ വലിയ പാടായിരിക്കും അല്ലേ? സ്പേസും ഒക്കെ ഇപ്പോഴത്തെ വീട്ടിൽ അതിനുള്ള സൗകര്യം ഇല്ല കനക സാറേ. മാത്രമല്ല ഇപ്പൊ കുട്ടികളെ വിളിച്ചാൽ അവര് വരുമോ? ഈ ഓൺലൈനിന്റെ പുറകെ നടക്കില്ല അവരൊക്കെ. ശരിയാ. അല്ല ഇതെല്ലാം നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. നമ്മുടെ കൂടെ പണ്ട് ഉണ്ടായിരുന്ന പലരൊന്ന് വിളിച്ചു നോക്കാം ഞാൻ. ഇപ്പൊ എന്നെ കൊണ്ട് മാത്രമായിട്ട് പറ്റില്ല, എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പ്രസാദ് സാറെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
കാരണം ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതുപോലത്തെ വീട് അല്ലേ? പിന്നെ നമ്മൾ എത്ര നാൾ ട്യൂട്ടോറിയൽ പഠിപ്പിച്ചുകൊണ്ട് നടന്നേ, നമുക്കറിയത്തില്ല എന്റെ കാര്യങ്ങൾ. ഞാൻ ഈ പ്രിയയെ തന്നെ കണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്തം വിട്ടു. ആ പഴയ രൂപമൊക്കെ അങ്ങ് മാറിപ്പോയെന്നേ. ഈ വീട്ടിലെ പ്രാരാബ്ദവും കാര്യങ്ങളും കൊണ്ട് ജോലിയും കിട്ടിയില്ല. ഞാൻ എന്നിട്ട് ഇന്നലെ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഒട്ടും സൗകര്യമില്ല. ഇന്ന് എണ്ണപ്പലാരൊന്നുമില്ലേ? ആയിരങ്ങളായിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് അവിടെ വേണ്ട എന്താണ്? അവിടെ അതിനുള്ള സ്പേസ് വേണം. അപ്പൊ ഇപ്പൊ ഈ കണ്ട വീടൊരു ഗുണം അറിയാമോ? ഒന്നാമത്തെ കാര്യം സ്റ്റെപ്പ് ബാക്ക് എന്നാണ്. ഓ, അപ്പൊ പിന്നെ വീട്ടുകാർക്ക് ശല്യമില്ല. ഒരു 10-20 പേർക്ക് കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതാണ് സൗകര്യം. ഞാൻ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്നാലും ആ പ്രിയയുടെ കാര്യമേ, കാരണം പഠിപ്പിക്കുന്ന സമയത്ത് ആ പ്രിയയുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് പിള്ളേരെ നടന്ന് അടിപിടി കൂടുമായിരുന്നു. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ ഉഴപ്പി വിടുന്ന അധ്യാപകരാണ് നമ്മൾ ഇതിന് പ്രൊമോട്ട് ചെയ്യില്ലല്ലോ. ഞാൻ ഗംഗാർ സാറിന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, അയ്യോ പ്രിയയ്ക്കോ, അയ്യോ മാക്സിമം സപ്പോർട്ട് ചെയ്യണ്ടാന്ന് പറഞ്ഞു. സാറ് പിന്നെ വേറെ 1-2 പേരത്ത് വിളിച്ച് പറയാന്ന് പറഞ്ഞു. നിന്റെ മക്കളെത്ര പഠിക്കുന്നു ഇപ്പൊ? ഒരാള് 9, ഒരാള് 10 കഴിഞ്ഞു. കൂടെ അത് ദൂരം ഇല്ലല്ലോ ഈ വീട്ടിലേക്ക്. പിന്നെ നമ്മുടെ പ്രിയയുടെ ആദ്യത്തെ സ്റ്റുഡന്റ് എന്റെ 2 പിള്ളേരായിരുന്നു. അയ്യോടാ, നന്നായി. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം. പിന്നെ തീർച്ചയായിട്ടും. അല്ല, എനിക്കും ഭയങ്കര വിഷമമായി പോയി. കാരണം പ്രിയയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യുക. പിന്നെ അത്രേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ സർക്കിളുള്ള അടുത്തൊന്ന് പറഞ്ഞേരെ. തീർച്ചയായിട്ടും. എന്നാലും കനകൻ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്. ഇനി എന്താ അടുത്ത പ്ലാൻ? അടുത്ത പ്ലാൻ ഒരു 20 വർഷം പുറകോട്ട് ഓടും. 20 വർഷം പുറകോട്ടോ? എന്താ പിള്ളേരെ പിടിക്കാൻ ഇറങ്ങും. പഴയ പരിപാടി, അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. ചെറിയ പാടായിരിക്കും. പഴയതുപോലൊന്നും ഇപ്പൊ നടക്കും. നടത്തിപ്പിച്ചെടുക്കണമല്ലോ നമുക്ക്. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സും അതും ഇതൊക്കെ ആയിട്ട് പ്രശ്നം. അത് കുഴപ്പമില്ല, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. എന്തായാലും സാറിന്റെ വഴിക്ക് നോക്ക്, ഞാനും എന്റെ വഴിക്ക് നോക്കാം. ആക്ച്വലി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ 2 ആഴ്ച കൊണ്ട് എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ. അന്ന് ഇവിടെ വരാനും കനക സാറിനെ കാണാനും പറ്റിയതും ഒരു ഭാഗ്യമായിട്ട് കരുതണേ. ഏട്ടൻ പറഞ്ഞായിരുന്നു. നല്ല പിള്ളേരുണ്ടോ ഇപ്പം? ആക്ച്വലി ആദ്യം തുടക്കത്തിൽ ഒരു 5-8 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നല്ല റെസ്പോൺസ് ആണ്. ഒരു 10-20 സ്റ്റുഡൻസ് ഒക്കെ ആയിട്ടുണ്ട്. 2 ആഴ്ച കൊണ്ട്. നീ വരും കുട്ടികളെ. അമ്മ ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിൽ തന്നെ കുട്ടികൾ വരുന്നോണ്ട് ഞാനിപ്പോ ഇതിന് വരുന്നില്ലല്ലോ. അമ്മ ഭയങ്കര സന്തോഷത്തിലാണ്. അല്ലെങ്കിൽ പിന്നെ രാവിലെ അമ്മേനെ ഇട്ടിട്ട് ഇറങ്ങണ്ടായിരുന്നല്ലേ? അതെ, ഇപ്പൊ അതിന് ഇതായി. ഒക്കെ ഒരു ദൈവഗുരുത്താണേ. സത്യം. പിന്നെ ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് 4 അക്ഷരം പകർന്നു കൊടുക്കണല്ലേ. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അപ്പൊ ഈ ഗുരുവിനെ ദൈവത്തെ പോലെ കാണുമ്പോ അതിൻ്റെതായ ഐശ്വര്യം ഉണ്ടാവും. ഏട്ടനെ ഇപ്പോഴും പഠിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞിരിക്കുക. അതന്നെ ഏട്ടനും ഇഷ്ടം. പിന്നെ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് എൻ്റെ മരുവനോടാ. എൻ്റെ മരുവനായതുകൊണ്ട് പറയണല്ല. സഹപ്രവർത്തകരുടെയും കൂട്ടുകാരുടെയും വിഷമം കണ്ട അവന് സഹിക്കില്ല. അല്ലെങ്കിൽ തന്നെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു ടീച്ചർ ഈ അവസ്ഥയിൽ ബാഗും തൂക്കിയിട്ട് വീട് വിടാൻ നടക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സലിച്ചത് കണ്ട. അതെ അതെ. എൻ്റെ അതേ സ്വഭാവമാണ് അവന്. മറ്റുള്ളവരുടെ വിഷമം കണ്ട അവന് സഹിക്കില്ല. അല്ലേ? കനക സാറിന്റെ ഇടപെടൽ തന്നെ എത്ര ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടന്നത്. അതേ വന്നല്ലേ. അല്ലെങ്കിൽ 100 വയസ്സാവന്. കുറച്ചേരായി. ഓ, ഞാൻ പെട്ടെന്ന് ലില്ലി വിളിച്ചപ്പോ ഞാൻ ഉള്ള സാധനം മേടിച്ചിട്ട് ഇറങ്ങിയ. എങ്ങനെ പോകുന്നു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ? നന്നായി പോകുന്നു. അതൊക്കെ ചോദിക്കേണ്ടത് ആ മുഖത്തു നോക്കിയ സന്തോഷം കണ്ടറിഞ്ഞൂടെ? നമ്മള് സുധീർ മാഷിന്റെ കുട്ടി വരുന്നുണ്ടല്ലേ? അവരെ ആദ്യം ജോയിൻ ചെയ്തത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ നാട്ടുകാർ പാവങ്ങളാ. കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. ഈ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴാണ് ചാടി പുറപ്പെടുന്ന ഓരോന്നിന്. ഞാൻ സാറിന്റെ സാറേ നമ്മുടെ കുട്ടിൽ ആദ്യം വിടാന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു പിന്നെന്താ നല്ല കാര്യമല്ലേ. അങ്ങനെ സാറും പറഞ്ഞു വിട്ട് കുറെ പേരെ ഞങ്ങൾ 2 വീട്ടിലേക്ക് ഇറങ്ങി. നല്ല പിള്ളേരുണ്ടെന്ന്. ഏകദേശം 20 കുട്ടികളുണ്ട്. എന്തായാലും ടീച്ചർക്ക് വാക്ക് തന്നിട്ട് പോകുമ്പോഴും എനിക്ക് അത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത്രയും പേര് വരും എന്നുള്ളത്. എന്നാലും ഒരു ശ്രമം നടത്തി, അതങ്ങ് വിജയിച്ചല്ലോ, സന്തോഷമായി. ചായ കുടിച്ചായിരുന്നോ? ചായ കുടിച്ചു. എന്തായാലും 2 പേര് അങ്ങോട്ട് ഇറങ്ങ്. ഞങ്ങൾ പിള്ളേരെ കൂട്ടിട്ട് അങ്ങോട്ട്. അമ്മ സുഖായിരിക്കുന്ന? സുഖായിരിക്കും. അമ്മ ഭയങ്കര ഹാപ്പിയാണ്. ആണല്ലേ? ഓ, ഇപ്പൊ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഫുൾ ടൈം. ഇല്ല, ഞാനിപ്പോ ഇറങ്ങാറായി. കുറച്ചു നേരമായി വന്നിട്ട്. ശരി ശരി ശരി.
നന്നായി ഏട്ടാ. ഇപ്പൊ അവരുടെ മുഖത്ത് എന്തൊരു സന്തോഷമല്ലേ. ഈ സന്തോഷമാണ് ഇനി കുട്ടികളുടെ മുഖത്ത് വരാൻ പോകുന്നത്. അറിവ് എപ്പോഴും ഉണ്ടല്ലോ അധ്യാപകന്റെ മുഖത്ത് നിന്ന് കിട്ടുന്ന കുട്ടികൾ. അതെ അതെ കറക്റ്റ്. Audience.